നമ്മൾ ഭൃഗുഗീതയിലേക്ക് കയറിയിരിക്കുകയാണ്. ഭൃഗുഗീതയിൽ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നത് നീ എന്ന് പറയുന്നത് ആ ശുദ്ധബ്രഹ്മം, ആ സച്ചിദാനന്ദ സ്വരൂപം, സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ആത്മചൈതന്യം, അതാണ് നിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് സദാ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ ഈ പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഒന്നും കാണാതെ പഠിക്കാനില്ല. ഈ കേൾക്കുന്നതിലൂടെ ഞാനെന്ന് പറയുന്നത് ആരാണ് എന്ന് തിരിച്ചറിയണം. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ ഹിന്ദുവോ ക്രിസ്ത്യനോ മുസൽമാനോ അല്ല. ഞാനെന്ന് പറയുന്നത് നാമരൂപരഹിതമായ ആ ചൈതന്യം, എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ ആകാശ സദൃശമായ ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ ഭാവത്തിൽ തന്നെ ആരാണോ തൻ്റെ ശ്രദ്ധയെ നിലനിർത്തിക്കൊണ്ട് സർവകർമ്മങ്ങളിലും വ്യാപരിക്കുക. ഒന്നിൽ നിന്നും ഒഴിയണ്ട, എല്ലാത്തിലും ഏതെല്ലാം കാര്യങ്ങളിലാണോ നിങ്ങൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ തുടരുന്നതോടൊപ്പം ഈ ഭാവവും നിലനിർത്തുക. ഈ ഭാവം നിലനിർത്തുന്നതിലൂടെയാണ് അത് നമ്മിൽ സ്ഥിരപ്പെടേണ്ടത്. ഈ കേൾക്കുന്ന കാര്യം നമ്മിൽ സ്ഥിരപ്പെടണം. കേൾക്കുന്നു, പക്ഷേ അത് ഉറയ്ക്കുന്നില്ല. അത് ഉറയ്ക്കണമെങ്കിൽ നിരന്തരമായ വിചാരം, നിധിധ്യാസനം, ശ്രവണം തു ഗുരോഹപൂർവം മനനം തദനന്തരം നിധിധ്യാസനമിത്യേതത് പൂർണ്ണബോധസ്യ കാരണം. എന്താ പൂർണ്ണബോധം? ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയല്ല, നാമരൂപരഹിതമായ ആ ചൈതന്യം. അതിനെയാണ് നമ്മൾ ധാരണം ചെയ്യേണ്ടത്. അതാണ് ഉപനിഷത്തുകൾ പ്രഖ്യാപിക്കുന്നത്, തത് സൂത്രം ധാരയേത് യോഗി യോഗവിജ്ഞാന തത്പരഃ. ആ യോഗവിജ്ഞാനത്തിൽ താല്പര്യം ഉള്ളവനായിരിക്കുന്ന ആൾ ഇതിനെയാണ് ധാരണം ചെയ്യേണ്ടത്, ഉൾക്കൊള്ളേണ്ടത്, ധരിക്കേണ്ടത്. ഞാനെന്ന് പറയുന്നത് ഈ ശുദ്ധ സ്വരൂപം എന്നിൽ മാത്രമല്ല, എന്നിലും അവനിലും അവളിലും സർവചരാചരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ഏകമായ ആ ഈശ്വര ചൈതന്യം. ഏകോ ദേവഃ, ഏകനായ ദൈവം എല്ലാ ശരീരങ്ങളിൽ കൂടിയും, വെദർ യു ആർ എ ഹിന്ദു, ആർ എ ക്രിസ്ത്യൻ, ആർ എ മുസൽമാൻ, ഒരു വ്യത്യാസവുമില്ല. ഇതൊന്നും വേറെ ഒരു മതത്തിലും പറയുന്നില്ല. വേറെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? നമ്മൾ മാത്രമാണ്, സനാതന ധർമ്മത്തിൽ മാത്രമാണ് സർവരെയും ഏകഭാവത്തിൽ കാണുന്നത്. ഏകോ ദേവഃ സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. അതുകൊണ്ട് നമുക്ക്, അതായത് ഈ ഭാരതത്തിൽ ഉള്ള മനുഷ്യർക്ക്, അത് ഹിന്ദു ആയാലും ശരി, ക്രിസ്ത്യാനി ആയാലും ശരി, മുസൽമാനായാലും ശരി, അവൻ്റെ രക്തത്തിൽ ഈ തത്വം അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഹിന്ദുവിൻ്റെ മാത്രമല്ല, സർവരുടെയും ഉള്ളിൽ ഈ തത്വം അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഈ അറിവ് എന്താണ്? സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ഏകമായ തത്വം, അതാണ് ഈശ്വര ചൈതന്യം. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. സർവരുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന ആ ഏകമായ ചൈതന്യം, ആ ഏകമായ ചൈതന്യത്തെയാണ് നിങ്ങൾ ഓരോരുത്തരും ധാരണം ചെയ്യേണ്ടത്. തത് സൂത്രം ധാരയേത്. സൂത്രം, ആ ബ്രഹ്മമാകുന്ന സൂത്രം, ആ അറിവാകുന്ന സൂത്രം, അതാണ് സർവചരാചരങ്ങളിൽ കൂടിയും കടന്നു പോകുന്നത്. ഏന സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവ. അനവധി മുത്തുമണികളെ കോർത്തിണക്കിക്കൊണ്ട് അവയുടെ നടുവിൽ കൂടി ഏതൊരു ചരടാണോ കടന്നു പോകുന്നത്, അതുപോലെയാണ് ഈ സൂത്രം, ബ്രഹ്മമാകുന്ന സൂത്രം, ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാൻ്റെയും സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ദിവ്യമായ സൂത്രം. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം, തന്നിലെ താൻ, നാട്ട് ഞാൻ. ഞാനിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ തന്നിലെ താനിലേക്ക് മാറ്റണം. ഞാനായിട്ടാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഞാനായിട്ട് മരിക്കാൻ അനുവദിക്കരുത്.
ഏത് സമയത്താണ് മരണം വരുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എത്ര കാലത്തേക്കാണ് നമുക്ക് പാസ്പോർട്ട് തന്നിട്ടുള്ളത് എന്നറിഞ്ഞുകൂടാ. ഏത് നിമിഷം വേണമെങ്കിലും ഈ ശരീരത്തിൽ നിന്ന് വിട പറയേണ്ടി വരും. എത്ര ആരോഗ്യവാനായാലും ശരി, എത്ര മിടുക്കനായാലും ശരി, എത്ര സമ്പന്നനായാലും ശരി, ആ പറഞ്ഞിരിക്കുന്ന സമയമാകുമ്പോൾ ശരീരത്തിൽ നിന്ന് വിട പറഞ്ഞേ ഒക്കൂ. അതുകൊണ്ട് എപ്പോഴാണോ ഈ അറിവ് ഒരാളിന് ലഭിക്കുന്നത്, ഈ അറിവ് അങ്ങനെ എളുപ്പത്തിലൊന്നും കിട്ടുന്നതല്ല. ശ്രവണായപി ബഹുബിർ യോ ന ലഭ്യഃ, കേൾക്കാൻ പോലും കിട്ടില്ല ഈ അറിവ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അറിവ്. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ടായി, ഇവിടെ ഈ പ്രഭാഷണം നടക്കുന്നു. കഴിഞ്ഞ 10, 100, 120 പ്രഭാഷണങ്ങളിലൂടെ ഒരേ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കണം. ആ സൂത്രത്തെ, ഏത് സൂത്രം? സർവരുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ബ്രഹ്മമാകുന്ന സൂത്രം. തത് സൂത്രം ധാരയേത് യോഗി. ഏതൊരാളിനാണോ ആ അറിവാകുന്ന സൂത്രത്തെ ധാരണം ചെയ്യാൻ സാധിക്കുന്നത് അവനെയാണ് യോഗി എന്ന് പറയുന്നത്. യോഗി ആരാ? യോഗി. നിങ്ങൾക്ക് ഈ അറിവാകുന്ന സൂത്രത്തെ നിങ്ങളുടെ ഉള്ളിൽ സദാ നിലനിർത്താൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഡിക്ലെയർ ചെയ്യാം, ഐ എം എ യോഗി. എന്താ യോഗി എന്ന് പറഞ്ഞാൽ? അതുമായിട്ട് യോജിച്ചിരിക്കുന്നു. യുജ് ധാതുവിൽ നിന്നാണ് യോഗ എന്ന പദം ഉണ്ടാകുന്നത്. യോജിച്ചിരിക്കുക, യോജിക്കുക. ഏതാ യോജിക്കേണ്ടതായിട്ടുള്ള തത്വം? ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല, നാമരൂപരഹിതമായ ജാതി നീതി കുലഗോത്രദൂരകം നാമരൂപ ഗുണദോഷവർജിതം. ഏത്? ആ സൂത്രം. അതിന് ജാതിയില്ല, മതമില്ല. അത് ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാൻ്റെയും അമേരിക്കക്കാരൻ്റെയും അറബിക്കാരൻ്റെ അറേബ്യയിലുള്ളവൻ്റെയും ചൈനക്കാരൻ്റെയും ഒക്കെ ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ഏകമായ സൂത്രം. ഏകോ ദേവഃ. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ് സദാസമയത്തും ഏതൊരാളിൻ്റെ ശ്രദ്ധയാണോ അതിൽ തന്നെ തുടരുന്നത്. അതിനാണ് നമ്മൾ ആ മന്ത്രം പറഞ്ഞത്, ശിവോഹം ശിവോഹം ശിവോഹം. ശിവം, ആ മംഗളസ്വരൂപം. ആ മംഗളസ്വരൂപം ശരീരത്തിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ ഈ ശരീരത്തിൻ്റെ അവസ്ഥ എന്താണ്? അമംഗളസ്വരൂപം, ശവം. അതിരിക്കുമ്പോൾ മംഗളസ്വരൂപം എന്ന അർത്ഥത്തിലാണ് ശിവം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ശിവോഹം ശിവഹ അഹം. ആ ശിവം, ആ മംഗളസ്വരൂപം, ആ സൂത്രം, ആ ബ്രഹ്മമാകുന്ന സൂത്രം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം. അതാണ് താൻ, നോട്ട് ഞാൻ. നിങ്ങളിപ്പോൾ ഞാനായിട്ടാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ കുട്ടപ്പൻ, ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന നിലയ്ക്കാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ മരിക്കാൻ ഉള്ള അവസരം നിങ്ങളുണ്ടാക്കരുത്, നിങ്ങൾക്കുണ്ടാകരുത്. അതിന് ഈ അറിവിനെ അങ്ങോട്ട് ഗ്രഹിച്ച് സദാ ആ ഭാവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഉദ്ധരിപ്പിക്കണം. അതാണ് ഉദ്ധരേതാത്മനാത്മാനം എന്ന് ഭഗവത്ഗീത ആവശ്യപ്പെടുന്നത്. ഉദ്ധരേതാത്മനാത്മാനം. അവനവൻ തന്നെ അവനവനെ ഉയർത്തണം. ഏത് നിലയിൽ നിന്ന്? ഞാനെന്ന് പറയുന്നത് ഈ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ നായരോ നാടാരോ ഈഴവനോ ഒന്നുമല്ല. അതൊക്കെ ഉപരിപ്ലവമായ വിശേഷങ്ങൾ മാത്രമാണ്. ഞാനെന്ന് പറയുന്നത് ആ സൂത്രം, തന്നിലെ താൻ. നേരത്തെ പറഞ്ഞ വിശേഷണങ്ങളെല്ലാം ആർക്കാ ഉള്ളത്? തന്നിലെ ഞാനിന്. ഞാൻ, ആ ഞാനല്ല നിങ്ങൾ, തന്നിലെ താൻ. സ്വയം നിങ്ങൾ താനായിരിക്കണം. ഞാനിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കണം, ഉദ്ധരിപ്പിക്കണം. അതാണ് ഭഗവത്ഗീത ആവശ്യപ്പെടുന്ന ഉദ്ധാരണം. ഞാനിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിപ്പിച്ച് തന്നിലെ താനിൽ നിലനിർത്തണം. ഉദ്ധരേതാത്മനാത്മാനം ന ആത്മാനം അവസാദയേത്. ആത്മാവിനെ താഴ്ത്തിക്കെട്ടരുത്. ആത്മൈവ ഹ്യാത്മനോ ബന്ധുർ ആത്മൈവ രിപുരാത്മനഃ. അങ്ങനെ ആരാണോ ചെയ്യുന്നത് അവനാണ് അവൻ്റെ ബന്ധു.
അങ്ങനെ ആരാണോ ചെയ്യാതിരിക്കുന്നത് അവനാണ് അവൻ്റെ ശത്രു. അപ്പോൾ അവരവരുടെ ശത്രുവും അവരവരുടെ മിത്രവും അവരവരിൽ തന്നെയാണ്. ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ ആ ഭാവത്തിൽ തന്നിലെ താനിൽ നിലനിർത്തുന്നത്, തന്നിലെ താൻ പക്ഷിമൃഗാദികളിലും വൃക്ഷലതാദികളിലും കൂടി കടന്നു പോകുന്ന, ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും മുസൽമാനിലും ഒക്കെ കൂടി കടന്നു പോകുന്ന ആ ഏകമായ ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം, തന്നിലെ താൻ എന്ന് ബോധിച്ച് സദാ ആ മന്ത്രം നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ സ്ഫുരിച്ചു കൊണ്ടിരിക്കണം. ശിവോഹം ശിവോഹം, ശിവം ശിവം ശിവം, നട്ട് ശവം ശവം ശവം. ആ ശിവമില്ലെങ്കിൽ ശവം, അതിരിക്കുമ്പോൾ ശിവം. അതുകൊണ്ട് ആ മന്ത്രം നിങ്ങൾക്ക് ഉറക്കെ പറയും. ഇതൊന്നും കാണാതെ പഠിക്കാൻ ഒരാളും പറയുന്നതല്ല, മനസ്സിലാക്കി ആ ധാരണയിൽ തന്നെ നിൽക്കുക. ശിവോഹം, ആ മംഗളസ്വരൂപമാണ് ഞാൻ, എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്നു. ആ ഭാവനയിലേക്ക് നിങ്ങൾ ഉയർന്നു കഴിയുമ്പോൾ ആരും നിങ്ങൾക്ക് ശത്രുക്കളായിട്ടില്ല. എല്ലാവരിലും തന്നെ തന്നെ ദർശിക്കാൻ സാധിക്കും. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. ഞാൻ തന്നെയാണ് സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ആ പരമേശ്വരൻ. ഐ ആം ദ ഗോഡ്, അഹം ബ്രഹ്മാസ്മി. ഏറ്റവും വലിയ ഉപദേശം എന്താണ്? സാമവേദം ഉദ്ഘോഷിക്കുന്നില്ലേ? തത് ത്വമസി, നീ അതാകുന്നു. എന്താ അത്? നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ സത്യം, ആ പരമസത്യം, ആ പരമ്പൊരുൾ, തന്നിലെ താൻ, തൻ്റെ യഥാർത്ഥ സ്വരൂപം, തൻ്റെ സ്വഭാവം ഈശ്വരത്വമാണ് തൻ്റെ സ്വഭാവം. കാരണം താൻ ഈശ്വരൻ തന്നെയാണ്. തെറ്റിദ്ധരിച്ച് ഞാൻ കുട്ടപ്പനാണ്, ഗോപാലകൃഷ്ണനാണ്, ഹിന്ദുവാണ്, ക്രിസ്ത്യാനിയാണ്, നായരാണ്, നാടാരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു എന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണ്? ഈശ്വരൻ തന്നെയാണ്. അതാണ് തത് ത്വമസി. അത് ഗ്രഹിക്കുന്നയാളെന്താ പറയുന്നത്? അഹം ബ്രഹ്മാസ്മി. ആ ബ്രഹ്മം ഞാനാകുന്നു. ആ ബ്രഹ്മം ബൃഹത്തായതുകൊണ്ടാണ് അതിനെ ബ്രഹ്മമെന്ന് പറയുന്നത്. ബൃഹശ്ച ബ്രഹ്മ, എങ്ങും നിറഞ്ഞു നിൽക്കുന്നു. നിശ്ചല സ്വരൂപം. ഓടിക്കൊണ്ടിരിക്കുന്ന കാറിനകത്ത് ഏതുപോലെയാണോ നിങ്ങൾ ഓടാതിരിക്കുന്നത്, ഒരു കാറിൽ നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, കാർ ഓടിക്കൊണ്ടിരിക്കുന്നു, ആ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിനകത്ത് നിങ്ങൾ ഓടാതിരിക്കുന്നു, ഇല്ലേ? അതുപോലെയാണ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യം നിശ്ചല സ്വരൂപിയായിട്ടിരിക്കുന്നു. നിങ്ങൾ പല കർമ്മങ്ങളിലും ഓടിക്കൊണ്ടിരിക്കുന്നു, ചാടിക്കൊണ്ടിരിക്കുന്നു, പാടിക്കൊണ്ടിരിക്കുന്നു, ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരമാണ് ആഹാരം കഴിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ശരീരി ആഹാരം കഴിക്കുന്നില്ല. ആ ആത്മചൈതന്യം ആഹാരം കഴിക്കുന്നില്ല. നിങ്ങളുടെ ശരീരമാണ് ആഹാരത്തെ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഓടുന്നില്ല. എന്താ ഓടാത്തത്, ചലിക്കാത്തത്? നിശ്ചല സ്വരൂപം. എന്തുകൊണ്ടാണ് നിശ്ചല സ്വരൂപമായിരിക്കുന്നത്? സർവവ്യാപി, എങ്ങും വ്യാപിച്ചിരിക്കുന്നു. ഇനി വ്യാപിക്കാൻ സ്ഥലമില്ല, നിശ്ചലം. എവിടെയെല്ലാം വ്യാപനത്തിന് സാവകാശം കിട്ടിയിട്ടുണ്ടോ അവിടെയെല്ലാം അത് വ്യാപിച്ചിരിക്കുന്നു. ഇനി വ്യാപിക്കാൻ സ്ഥലമില്ല എങ്ങും. ഈ 14 ലോകങ്ങളിലും എവിടെയെല്ലാം ഗോളങ്ങളുണ്ടോ, എവിടെയെല്ലാം ആകാശങ്ങളുണ്ടോ, എവിടെയെല്ലാം ജീവജാലങ്ങളുണ്ടോ അവിടെയെല്ലാം ഇത് നിറഞ്ഞിരിക്കുന്നു. നമ്മൾ കണ്ടെത്തിയിട്ടില്ലാത്ത ഗോളങ്ങളിൽ എവിടെയെങ്കിലും ജീവനുണ്ടെങ്കിൽ അവിടെ എല്ലാത്തിലും ഇത് നിറഞ്ഞിരിക്കുകയാണ്. ആ ഏകമായിട്ടുള്ള ദിവ്യസ്വരൂപം. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷഃ സാക്ഷി. ആ സാക്ഷി ജ്ഞാതൃജ്ഞാനജ്ഞേയാനാം ആവിർഭാവ തിരോഭാവ രഹിതഃ സാക്ഷി ഇത്യുച്യതേ. ആ സാക്ഷിക്ക് ഉണ്ടാകലുമില്ല, ഇല്ലാതാകലുമില്ല. ആവിർഭാവ തിരോഭാവ രഹിതഃ.
എപ്പോഴും ഉള്ളതായിട്ടുള്ള വസ്തു, ആ സാക്ഷി സ്വരൂപം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് സദാസമയവും തൻ്റെ ശ്രദ്ധയെ താനിൽ തന്നെ നിലനിർത്തുക എന്നുള്ളതാണ് ആധ്യാത്മികത, സ്പിരിച്വാലിറ്റി. അല്ലാതെ വേഷം കെട്ടലൊന്നും താടി വളർത്തി രുദ്രാക്ഷവുമിട്ട് കാഷായമിട്ട് നടക്കുന്നതൊന്നുമല്ല ആധ്യാത്മികത. ആധ്യാത്മികതയിലേക്ക് ഉണരുന്നതിന്, ആധ്യാത്മികനായിട്ട് ജീവിക്കുന്നതിന് ഇതൊന്നിൻ്റെയും ആവശ്യമില്ല. നിങ്ങളേതേത് സാഹചര്യങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുവോ, ഗൃഹസ്ഥാശ്രമത്തിൽ ജീവിച്ചിരിക്കുന്ന ഏതൊരാളിനും ആദിശങ്കരാചാര്യസ്വാമികൾ ഏതവസ്ഥയിലേക്ക് ഉയർന്നിട്ടുണ്ടോ ആ അവസ്ഥയിലേക്ക് ഉയരാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട്. ആദിശങ്കരാചാര്യസ്വാമികൾ ഏത് നിലയിലേക്ക് ഉയർന്നിട്ടുണ്ടോ, ഏത് നിലയിലേക്കാണ് ഉയർന്നത്? ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപരഹിതമായ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ അല്ല, നാമരൂപരഹിതമായ ആ ചൈതന്യം എന്നുള്ള അറിവ് നിലയിലേക്ക് ആണ് ശങ്കരാചാര്യസ്വാമികൾ ഉയർന്ന് അതിൽ തന്നെ സ്ഥിരപ്രതിഷ്ഠ നേടിയത്. അതാണ് ശങ്കരാചാര്യസ്വാമികളുടെ നില. പൂർണ്ണജ്ഞാനത്തിൻ്റെ നില. ആ നില ഗൃഹസ്ഥാശ്രമികളായി കഴിയുന്ന നിങ്ങൾക്ക് നിഷ്പ്രയാസം നേടാം. എന്തു പാട്! ഏത് സാഹചര്യത്തിൽ നിങ്ങൾ ജീവിച്ചു കൊണ്ടിരുന്നാലും ഈ അറിവ് നിലയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഉണർത്തി നിർത്തിയാൽ മാത്രം മതി. അത് ഗ്രഹിക്കണം. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയല്ല, ഈ ശരീരത്തിനകത്തുകൂടിയും മറ്റുള്ള എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന സർവ്വചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ നാമരൂപരഹിതമായ ചൈതന്യം, അതാണ് എന്നിൽ കൂടിയും ഈ ശരീരത്തിൽ കൂടിയും കടന്നു പോകുന്നത്. അതാണ് താൻ എന്ന് ബോധിച്ച് ആ ഭാവത്തിൽ തൻ്റെ ശ്രദ്ധയെ ആരാണോ സദാ നിലനിർത്തുന്നത്, ആ ഭാവം, ആ ബോധം സദാ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ശിവോഹം ശിവോഹം ശിവോഹം. ശിവം എന്ന് പറഞ്ഞാൽ ആ മംഗളസ്വരൂപം, അതാണ് താൻ എന്ന് മറന്നു പോകാതിരിക്കാൻ ബോധിപ്പിക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ് ഈ മന്ത്രം. മന്ത്രം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ അറിവ് നിലയെ ആർക്കാണോ മന്ത്രരഹിതമായിട്ട് സദാ നിലനിർത്താൻ സാധിക്കുന്നത് അയാൾക്ക് മന്ത്രത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മളെപ്പോഴും അത് മറന്നു പോകും. നമ്മൾ പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നതൊന്ന്. ലാവോത്സുവിൻ്റെ അടുത്ത്, ചൈനയിലെ ഒരു തത്വജ്ഞാനിയാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു സ്ത്രീ വന്ന് വിലപിച്ചു. എൻ്റെ ഭർത്താവ് ആസന്ന മരണാവസ്ഥയിലാണ്, എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കണം, അദ്ദേഹം മരിച്ചു പോവുകയാണെങ്കിൽ ഞാനും ജീവൻ ഒടുക്കും എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര് ഇതുപോലെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഭർത്താവ് മരിച്ചാൽ ഞാൻ ജീവിച്ചിരിക്കില്ല, ഞാനും ജീവൻ ഒടുക്കിക്കളയും എന്ന് ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ ആളിൻ്റെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ വീണ്ടും ജീവിച്ചിരിക്കുന്നത്, എത്രയോ പേർ ജീവിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നീ ഇങ്ങനെ കിടന്ന് നിലവിളിക്കേണ്ട കാര്യമില്ല, അങ്ങനെയുള്ള കാര്യം അങ്ങ് പറയരുത്. അങ്ങ് പറയുന്ന സ്ത്രീകളെ പോലെ അല്ല ഞാൻ പ്രത്യേക സ്ത്രീയാണ്, എൻ്റെ ഭർത്താവ് മരിച്ചാൽ ഞാൻ ജീവൻ ഉപേക്ഷിച്ച് കളയും എന്ന് വീരവാദം പറഞ്ഞുകൊണ്ട് കരയുകയാണ്. എങ്ങനെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം, എൻ്റെ ഭർത്താവിനെ ഒന്ന് രക്ഷിക്കണം. അവൾ നിരന്തരമായിട്ട് വിലപിച്ചുകൊണ്ടേയിരുന്നു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ ഭർത്താവ് മരിച്ചുപോയി. ചൈനയിൽ ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ ഭർത്താവിൻ്റെ ശരീരം അടക്കിയിരിക്കുന്ന സ്ഥലത്ത് മണ്ണ് കുഴച്ച് ചേർത്ത് നിരത്തി അവിടെ ഈ അരുകം പുല്ല് പോലുള്ള ഒരു പുല്ല് ചുറ്റും വളർത്തും. ആ മണ്ണ് ഉണങ്ങിയതിന് ശേഷം മാത്രമേ, ആ പുല്ല് വളർന്നതിന് ശേഷം മാത്രമേ പിന്നെ ആ സ്ത്രീക്ക് വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്നൊരു നിയമമുണ്ട്.
അടക്കിയിരിക്കുന്ന ആടിൻ്റെ ചുറ്റും പരത്തിയിരിക്കുന്ന ആ മണ്ണ് ഉണങ്ങിയതിന് ശേഷം ആ മണ്ണിൽ നട്ടിരിക്കുന്ന പുല്ല് വളർന്ന് അതിന് ശേഷം മാത്രമേ ആ സ്ത്രീക്ക് വിവാഹം കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ആ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു പോയതിന് ശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞ് ലാവോത്സു അതുവഴി നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്ത്രീ ഒരു ശവക്കുഴിയുടെ അടുത്തിരുന്ന് വീശിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ലാവോത്സു ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഇത് മറ്റേ സ്ത്രീയാണല്ലോ, എന്നെ കാണാൻ വന്നിരുന്ന സ്ത്രീ, ഭർത്താവിനെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട ആ സ്ത്രീ. അപ്പോൾ അവൾ ഭർത്താവ് മരിച്ചതിന് ശേഷവും ആ ഭർത്താവിനെ വീശിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ അല്ല ഇവൾ എന്ന് കരുതി ആ സ്ത്രീയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഞാൻ വിചാരിച്ചതുപോലെ അല്ലല്ലോ നീ, മരിച്ചുപോയ ഭർത്താവിനെ നീ വീശിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, മരിച്ചുപോയ ഭർത്താവിനെ അല്ല ഞാൻ വീശിക്കൊണ്ടിരിക്കുന്നത്, ആ ഭർത്താവിൻ്റെ കുഴിമാടത്തിൽ നിരത്തിയിരിക്കുന്ന മണ്ണ് ഉണങ്ങുന്നില്ല, അത് ഉണങ്ങാൻ വേണ്ടിയാണ് ഞാൻ വീശിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരാളിപ്പോൾ വന്നിട്ടുണ്ട്, അതിന് സമയം നഷ്ടമാകാതിരിക്കാൻ വേണ്ടി ഈ മണ്ണ് ഉണങ്ങാൻ വേണ്ടിയാണ് ഞാൻ വീശിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഓരോരുത്തരുടെയും മനസ്സിൻ്റെ അവസ്ഥ, മാനസികാവസ്ഥ ഇതാണ്. നമ്മൾ പറയുന്നതൊന്ന്, പ്രവൃത്തി മറ്റൊന്ന്. ഇതൊക്കെ ലൗകികമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ തരത്തിൽ നാം ലൗകികമായിട്ട് അധപ്പതിക്കാതെ നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ്, ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല, ഞാനാണ് അവിടെ വീശിക്കൊണ്ടിരിക്കുന്നത്, തന്നിലെ ഞാനാണ് വീശിക്കൊണ്ടിരിക്കുന്നത്, തന്നിലെ തന്നെ അറിഞ്ഞിട്ടില്ല. നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് തന്നിലെ ഞാനിനെ കുറിച്ചല്ല, തന്നിലെ താനിനെ കുറിച്ച്. തന്നിലെ താൻ, നിങ്ങളെല്ലാവരും തന്നിൽ താനായിരിക്കണം. അതിനുള്ള അവസരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അത് നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരെയും, ഭർത്താവിനെയും മക്കളെയും സഹോദരങ്ങളെയും ഒക്കെ കൂടെ നിങ്ങൾക്ക് ബോധിപ്പിക്കാനുള്ള പ്രാപ്തിയുണ്ട്. കാരണം നിങ്ങൾ ഒരുപാട് കേട്ട് കഴിഞ്ഞു, നിങ്ങൾക്ക് പറയാനുള്ള ത്രാണിയുമുണ്ട്. എന്തുകൊണ്ട്? ഒരുപാട് പ്രാവശ്യം നിങ്ങളിത് കേട്ട് കഴിഞ്ഞു. ആ കേട്ട കാര്യം നിങ്ങളുടെ മക്കളെ കൂടെ നിങ്ങൾ ബോധിപ്പിക്കണം, അവരുടെ അറിവിൽ കൂടി ഇതങ്ങോട്ട് ചെലുത്തി വിടണം. എന്താ നീ എന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ കുട്ടപ്പനല്ല, എല്ലാവരുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ഏകനായ ദിവ്യസ്വരൂപം ദൈവം. അതുകൊണ്ടാണ് ഇതിനെ ദൈവം എന്ന് പറയുന്നത്. ദിവ്യസ്വരൂപം. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷഃ. ഈശ്വരനുണ്ടോ? ഉണ്ട്. എവിടെ ഇരിക്കുന്നു? എൻ്റെ ഉള്ളിലിരിക്കുന്നു, നിൻ്റെ ഉള്ളിലിരിക്കുന്നു. നീ അതിനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഞാനതിനെ കാണുന്നു, അറിയുന്നു. അതുകൊണ്ട് ആ ഈശ്വരനുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു സംശയവുമില്ല, ആ ഈശ്വരൻ ഉണ്ട്. എവിടെ ഇരിക്കുന്നു? എൻ്റെ ഉള്ളിലിരിക്കുന്നു. എൻ്റെ ഉള്ളിൽ എന്നിലെ താനായിട്ടിരിക്കുന്നു. ഞാനായിട്ടിരിക്കുന്നതും അതുതന്നെ. തൻ്റെ പ്രതിബിംബമാണ് തന്നിലെ ഞാൻ. ഞാനും താനും ബിംബവും പ്രതിബിംബവും. അപ്പോൾ ഞാൻ ഭാവത്തിലുള്ള പ്രതിബിംബത്തിൽ നിന്ന് ഓരോരുത്തരും തന്നിലെ താൻ ഭാവത്തിലേക്ക് ഉയരാനുള്ള ഒരാദ്യ പടി എന്നുള്ള നിലയ്ക്കുള്ള ശ്രവണമാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എത്രയോ ജന്മത്തിൽ ചെയ്തിട്ടുള്ള പുണ്യഫലത്തിൻ്റെ ഫലമായിട്ടാണ് ഇത് കേൾക്കാനുള്ള അവസരം കിട്ടിയിരിക്കുന്നത്. ആധ്യാത്മികത, ആത്മസാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത് കഠിനമായ പ്രവൃത്തി, ഒരുപാട് ശ്രമങ്ങളൊക്കെ, ഒരു ശ്രമവുമില്ല, നിസ്സാരമായിട്ട് നേടിയെടുക്കാവുന്നതാണ്. നിസ്സാരമായിട്ട് ആധ്യാത്മികത. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ അല്ല. ഞാൻ നാമരൂപരഹിതമായ ആ ചൈതന്യം, ആ സാക്ഷി ചൈതന്യം എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം. വേദാന്ത ഡിണ്ടിമത്തിൽ പറയും, അഹം സാക്ഷീതി വിദ്യാത് വിവിച്യ ഏവം പുനഃ പുനഃ സ ഏവ മുക്തഃ
സ വിദ്വാൻ ഇതി വേദാന്ത ഡിണ്ടിമഹ. വേദാന്തത്തിലെ പെരുമ്പറ ഘോഷം എന്താ? അഹം സാക്ഷി. ആ സാക്ഷി സ്വരൂപം ആരാ? തന്നിലെ താൻ. ഏതിന് സാക്ഷി? എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും എന്നിലെ സ്വപ്നാവസ്ഥയ്ക്കും എന്നിലെ സുഷുപ്തി അവസ്ഥയ്ക്കും. ഇപ്പോൾ ജാഗ്രത അവസ്ഥയിൽ നിങ്ങളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നു, അതിനും നിങ്ങളിലെ താൻ സാക്ഷി. രാത്രിയിൽ നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നതിനും തന്നിലെ താൻ സാക്ഷി. ഗാഠനിദ്രയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ അതിനും തന്നിലെ താൻ സാക്ഷി. അതാണ് ജാഗ്രത അവസ്ഥയിൽ ഇതിനെക്കുറിച്ച് ബോധവാനായി ആരാണോ അഹം സാക്ഷി ഇതി വിദ്യാത്, ആ സാക്ഷി സ്വരൂപമാണ് ഞാൻ എന്ന് തിരിച്ചറിഞ്ഞ് അഹം സാക്ഷി ഇതി വിദ്യാത് വിവിച്യ ഏവം പുനഃ വീണ്ടും 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 അതിനെ വിവേചനം ചെയ്ത് തിരിച്ചറിഞ്ഞ് ആരാണോ തൻ്റെ ബോധത്തിൽ നിലനിർത്തുന്നത് സ ഏവ മുക്ത, അവനാണ് മുക്തനാകുന്നത്. വിദ്വാൻ, അറിവുള്ളവൻ. ഇതാണ് അറിവ്. ഈ ലോകത്തിലെ അറിവ് മുഴുവനും ഇതിനകത്തൊടുങ്ങി. സർവ്വ അറിവുകളും ചേർന്ന അറിവാണ് ഈ അറിവ്. ബാക്കി ശാസ്ത്രത്തിൻ്റെ ഏതു മേഖലയിൽ വരുന്ന അറിവും ബാഹ്യമായ അറിവാണ്. ഇത് ആന്തരമായ അറിവാണ്. ഇതാണ് ഏകമായ സത്യം. ആ അറിവാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഹം സാക്ഷീതി വിദ്യാ വിവിച്യൈവം പുനഃ സ ഏവ മുക്ത സ വിദ്വാൻ ഇതി വേദാന്ത ഡിണ്ടിമഃ. ഡിണ്ടിമം പെരുമ്പറ ഘോഷം, വേദാന്തത്തിലെ പെരുമ്പറ ഘോഷം. വേദാന്തം എന്ന് പറയുന്നത് വേദങ്ങളുടെ അന്ത്യം. അതാണ് വേദാന്തം. വേദങ്ങളുടെ അന്ത്യമെന്ന് പറയുന്നതാണ് ഉപനിഷത്തുകൾ. ഇപ്പം നമുക്ക് എത്രയോ ഉപനിഷത്തുകളുണ്ട്. 1080ഓളം ഉപനിഷത്തുകളുണ്ട്. 1080ഓളം ഉപനിഷത്തുകളുള്ളതിൽ എൻ്റെ കയ്യിലൊരു 250ഓളം ഉപനിഷത്തുകളുണ്ട്. നമുക്ക് 108 ഉപനിഷത്തുകളൊക്കെ നിസ്സാരമായിട്ട് വാങ്ങാൻ കിട്ടും. മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലുമൊക്കെ 108 ഉപനിഷത്തുകൾ ധാരാളമായിട്ട് വാങ്ങാൻ കിട്ടും, കടകളിലുണ്ട്. അതുകൂടാതെ ചില പ്രത്യേക പുസ്തകങ്ങളിൽ 250, 275 ഒക്കെ ഉപനിഷത്തുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ 275ഓളം ഉപനിഷത്തുകൾ നമ്മുടെ കയ്യിൽ ഉണ്ട്. ഈ ഉപനിഷത്തുകൾ ആണ് വേദത്തിൻ്റെ അന്ത്യഭാഗം. അതിനെയാണ് വേദാന്തം എന്ന് പറയുന്നത്. ഈ വേദാന്തത്തിലെ പെരുമ്പറ ഘോഷം, ആ വേദാന്തം മുഴുവനും ഉദ്ഘോഷിക്കുന്നത് മുഴുവനും ഇതാണ്. നീ എന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ കുട്ടപ്പനല്ല. നീ എന്ന് പറയുന്നത് ആ സാക്ഷി ചൈതന്യം. ഇത്രയേ ഉള്ളൂ. അഹം സാക്ഷീതി വിദ്യാത്. അതങ്ങോട്ട് തിരിച്ചറിഞ്ഞ് ആ സാക്ഷി സ്വരൂപം, അതാണ് എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം. എന്നിലെ എൻ്റെ ഇന്നലകൾക്കും ഇതിനു മുൻപുണ്ടായിട്ടുള്ള എല്ലാ ജന്മങ്ങൾക്കും സാക്ഷിയായിട്ടുള്ള ആ ചൈതന്യം, ഇനി വരാൻ പോകുന്ന ജന്മങ്ങൾക്കും സാക്ഷിയായിട്ടിരിക്കാൻ പോകുന്ന ആ ചൈതന്യം, ഇനി വരാൻ പോകുന്ന ജന്മങ്ങൾക്ക് സാക്ഷിയായിട്ടിരിക്കാൻ അനുവദിക്കരുത്. മോക്ഷമെന്ന് പറയുന്നത് ജാഗ്രത അവസ്ഥയിൽ ജീവിച്ചിരിക്കുമ്പോൾ നേടേണ്ടതായിട്ടുള്ളതാണ്. മരണമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളെ ഉദ്ധരിപ്പിക്കണം. അതാണ് ഉദ്ധരേതാത്മനാത്മാനം. എങ്ങോട്ടാ ഉയർത്തേണ്ടത്, ഉദ്ധരിപ്പിക്കേണ്ടത്? മരണമില്ലാത്ത അവസ്ഥയിലേക്ക്. മരണമില്ലാത്ത അവസ്ഥയിലേക്ക് എങ്ങനെയാണ് ഉദ്ധരിപ്പിക്കാൻ സാധിക്കുന്നത്? മരണമില്ലാത്ത വസ്തുവായ തന്നിലെ താനിലേക്ക് തൻ്റെ ശ്രദ്ധയെ മാറ്റി പ്രതിഷ്ഠിക്കുക. അത്രയേ ഉള്ളൂ. ഇറ്റ്സ് വെരി സിമ്പിൾ. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയല്ല. പിന്നെ എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും ഈ ജന്മത്തിനും ഇതപര്യന്തം എത്രയെത്ര ജന്മങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ടോ, ഏതെല്ലാം ശരീരങ്ങളിൽ, പട്ടിയായിട്ടും പൂച്ചയായിട്ടും കൃമി കീടാദികളായിട്ടും ഒക്കെ എത്രയോ പ്രാവശ്യം ശരീരത്തിൽ ജീവിച്ചിട്ടുണ്ട്. കർമ്മഫലാനുസാരം പല ശരീരങ്ങളിൽ കൂടിയും കർമ്മഫലം അനുഭവിക്കുന്നു. ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം.
നമ്മൾ അനുഭവിക്കുന്നു. ഇപ്പോൾ മനുഷ്യ ശരീരത്തിൽ വെച്ച് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും മുൻ ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലത്തിൽ നിന്ന്, സഞ്ചിത കർമ്മത്തിൽ നിന്ന് അനുവദിച്ചിട്ടുള്ളതാണ്. ആ സഞ്ചിത ഭാണ്ഡം ചുമന്നുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. സഞ്ചിത ഭാണ്ഡം. ഇതപര്യന്തം ഏതെല്ലാം ശരീരങ്ങളിൽ, മനുഷ്യ ശരീരങ്ങളിൽ ജീവിച്ചിട്ടുണ്ടോ അപ്പോൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ അനുഭവിച്ചിട്ടില്ലാത്ത ഫലം, അതാണ് സഞ്ചിത കർമ്മഫലം ചുമന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിൽ നിന്നാണ് ഓരോ ജന്മത്തിലും അനുഭവിക്കേണ്ട, ജനനം മുതൽ മരണം വരെ അനുഭവിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അനുവദിക്കുന്നത്, ചെക്ക് പാസ്സാക്കി വിടുന്നത് പോലെ. ഇപ്പോൾ പാസ്സാക്കി വിട്ടിരിക്കുന്നത് മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖവും ദുഃഖവുമെല്ലാം പൂർവ്വജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലം. ആ കർമ്മഫലാനുസാരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതോടൊപ്പം പുതിയ കർമ്മങ്ങൾ നാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ എല്ലാം ഫലങ്ങൾ നമ്മുടെ സഞ്ചിത കർമ്മത്തിൽ രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടും ഇരിക്കുന്നു. അതിനെ ആഗാമി കർമ്മം എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം അത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സഞ്ചിത കർമ്മത്തിൽ ചേർക്കപ്പെടുന്നു. നമ്മളൊരു ഫോൺ വിളിച്ചാൽ ഏത് പ്രകാരമാണോ ആ ഫോണിൽ അപ്പോൾ തന്നെ ആ വിളിച്ചയാളിൻ്റെ പേരും നമ്പരും എല്ലാം രേഖപ്പെടുത്തപ്പെടുന്നത്, അതുപോലെ നാം ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലങ്ങൾ മുഴുവനും അപ്പോൾ തന്നെ സഞ്ചിത കർമ്മത്തിൽ രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആഗാമി കർമ്മം എന്നുള്ളതിനെ നമുക്ക് വേണമെന്നില്ല. അങ്ങനെയല്ല, ചെയ്യുമ്പോൾ തന്നെ അത് സഞ്ചിത കർമ്മത്തിൽ രേഖപ്പെടുത്തപ്പെടും. ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എന്താ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഇനി ജന്മമില്ലാത്ത നിലയിലേക്ക്. മോക്ഷമെന്ന് പറയുന്നത് എന്താണ്? ജനിമൃതികളിൽ നിന്നുള്ള മോചനം. ജനിക്കാതിരിക്കണമെങ്കിൽ മരിക്കാതിരിക്കണമെങ്കിൽ തൻ്റെ യഥാർത്ഥ സ്വരൂപമെന്ന് പറയുന്നത് ആ മരിക്കാതിരിക്കുന്ന സ്വരൂപമായ തന്നിലെ താനാണ് എന്ന് തിരിച്ചറിഞ്ഞ് തന്നിലെ താനായിട്ട് ഈ ശരീരത്തിൽ നിങ്ങളെ നിലനിർത്തണം. തരിസാൾ തീർന്നു. ഇത്രയേ ഉള്ളൂ. തന്നിലെ താനായിട്ട് ആരാണോ തൻ്റെ ശ്രദ്ധയെ മാറ്റുന്നത്, തന്നിലെ ഞാനിൽ നിന്ന് ആരാണോ തന്നെ പിൻവലിക്കുന്നത്. ഹംസത്തിൻ്റെ മുമ്പിൽ, അരയന്നത്തിൻ്റെ മുമ്പിൽ പാലും വെള്ളവും കലർന്ന മിശ്രിതം വെച്ച് കൊടുത്താൽ അത് ജലത്തിനെ നീക്കിയിട്ട് ആ പാല് മാത്രമേ ഭുജിക്കുകയുള്ളൂ. നീരാത്ത ക്ഷീരം പൃഥകൃത്യ ഹംസോ ഭവതി ന അന്യഥ. പാലും വെള്ളവും കലർന്നിരിക്കുന്ന മിശ്രിതത്തെ വെച്ചു കൊടുത്താൽ ജലത്തെ നീക്കിയിട്ട് ഏതു പ്രകാരമാണോ ഹംസം ആ പാലിനെ മാത്രം ഉൾക്കൊള്ളുന്നത്, അതുപോലെ ഞാനും താനും കലർന്നിരിക്കുന്ന മിശ്രിതത്തിൽ നിന്ന് നിങ്ങളിലെ ഞാനിനെ മാറ്റിയിട്ട് നിങ്ങളിലെ തന്നെ സ്വീകരിച്ച് ഈ ശരീരത്തിൽ ആരാണോ സദാസമയവും താൻ ഭാവത്തിൽ നിലനിൽക്കുന്നത്, മരണസമയത്ത് ആ ഭാവം ആരിലാണോ സദാ സ്ഫുരിച്ചു കൊണ്ടിരിക്കുന്നത് അയാൾക്ക് മരണമില്ല, അയാൾ മരിക്കുന്നില്ല. ഈ ശരീരം കൊഴിഞ്ഞു പോകും. ശരീരം കൊഴിഞ്ഞു പോകുന്നതിന് മുൻപ് അയാൾ താൻ എന്താണെന്നറിഞ്ഞ് അതുമായിട്ട് തൻ്റെ ശ്രദ്ധയെ യോജിപ്പിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് കാൾഡ് യോഗ. ഞാനെന്ന് പറയുന്നത് നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ബോധിച്ച് ആ ബോധമുണ്ടായ സമയം മുതൽ ആ ഭാവത്തിൽ നിന്ന് അയാൾ തൻ്റെ ശ്രദ്ധയെ വ്യതിചലിപ്പിക്കുന്നില്ല. അഹം സാക്ഷീതി വിദ്യാത് വിവിച്യ ഏവം പുനഃ വീണ്ടും 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 സദാസമയ ഊണിലും ഉറക്കത്തിലും സാക്ഷി ചൈതന്യം, അഹം സാക്ഷി, ശിവം ശിവോഹം ശിവോഹം ശിവോഹം.
സദാസമയവും ആ ആളിൻ്റെ ഉള്ളിൽ ഈ മന്ത്രം അങ്ങനെ ധ്വനിച്ചു കൊണ്ടിരിക്കും, സ്ഫുരിച്ചു കൊണ്ടിരിക്കും. ശിവോഹം ശിവോഹം. ശിവോഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ശിവം, ആ മംഗളസ്വരൂപം. ഈ ശരീരത്തിൽ ഏതൊന്നില്ലെങ്കിൽ ഈ ശരീരം അമംഗള സ്വരൂപമായി തീരുമോ? അതായത് ശവമായിട്ട് മാറുമോ? ആ സത്യസ്വരൂപം, ആ മംഗളസ്വരൂപം, അതിൻ്റെ പേരാണ് ശിവം. ആ പാമ്പൊക്കെ ഉള്ള ശിവനെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശിവം, മംഗളസ്വരൂപം. ശിവവും ശിവനും ശിവം തന്നെയാണ്. എല്ലാം ശിവം തന്നെയാണ്. എല്ലാം ശിവം. കൃഷ്ണനും ഗുരുവായൂരപ്പനും യേശുവും അള്ളാഹുവും എല്ലാം ശിവം തന്നെയാണ്. എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്നത് ആ മംഗളസ്വരൂപം തന്നെയാണ്. യേശുവിൻ്റെ ഉള്ളിലും അതല്ലേ ഇരിക്കുന്നത്? വേറെ എന്തെങ്കിലുമാണോ? സർവചരാചരങ്ങളുടെയും, അതാണ് സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. ഇത് ഈ സനാതന മതത്തിൽ മാത്രമേ ഉള്ളൂ ഈ അറിവ്. വേറെ ഒരു സ്ഥലത്തുമില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? വേറെ ഒരു സ്ഥലത്തുമുള്ള ആളുകൾക്ക് ഈ മോക്ഷം എന്ന് പറയുന്നത് വിധിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അറിവില്ല. അവരെല്ലാം സ്വർഗം 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 എന്ന് പറയുന്ന ആ പരിധിയിൽ നിൽക്കുകയാണ്. അതൊക്കെ നശ്വരങ്ങളാണ്. ആ നിലയിലേക്കൊന്നും അവർ ഉയർന്നിട്ടില്ല. എന്നാൽ യേശുക്രിസ്തു ആ നിലയിലേക്ക് ഉയർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ യേശുക്രിസ്തുവിനെ അവർ മനസ്സിലാക്കിയിട്ടില്ല. യേശുക്രിസ്തു ഭാരതത്തിൽ ജീവിച്ച് ഭാരതത്തിൽ ഋഷിമാരുടെ കൂടെ ഇരുന്ന് ഈ അറിവ് നേടിയ ആളാണ്. പക്ഷേ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് കഴിഞ്ഞിട്ടില്ല. ഈ അറിവിലേക്ക് ഉയർന്നിട്ടില്ല. ഇത് ഭാരതത്തിൻ്റെ തനതായ അറിവാണ്, സനാതന ധർമ്മത്തിലുള്ള അറിവാണ്. ആ അറിവിൻ്റെ ഉടമകളാണ് ഭാരതീയർ ഓരോരുത്തരും, ഭാരതത്തിൽ ജീവിക്കുന്ന എല്ലാവരും. അവിടെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസൽമാൻ എന്നുള്ള വ്യത്യാസമൊന്നും സനാതന ധർമ്മത്തിലില്ല. അവർ എല്ലാത്തിനെയും സമമായിട്ടാണ് കാണുന്നത്. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യൽസു അവിനശ്യന്തം. അവിനാശിയായ, വിനശ്യൽസു അവിനശ്യന്തം, നശ്വരമായ ഈ ശരീരത്തിനകത്തിരിക്കുന്ന അവിനാശിയായ ആ വസ്തു. ഈ ശരീരം നശ്വരം. നിങ്ങളുടെ എല്ലാവരുടെയും ശരീരം നശ്വരം. ഈ പറയുന്ന സ്വാമിയുടെയും ശരീരം നശ്വരം. ഏത് നിമിഷവും വീഴാം. പക്ഷേ അതിനകത്തിരിക്കുന്ന ആ ചൈതന്യം, അത് അനശ്വരം. വിനശ്യൽസു അവിനശ്യന്തം യപശ്യതി സപശ്യതി. അതിനെ ആരാണോ കാണുന്നത്, കാണാതെ കാണുന്നത്, അവനാണ് കാണുന്നവൻ. ബൾബ് കത്തുമ്പോൾ, ട്യൂബ് കത്തുമ്പോൾ അതിനകത്തുകൂടി വൈദ്യുതി കടന്നു പോകുന്നത് കൊണ്ടാണ് ആ ട്യൂബ് കത്തുന്നത് എന്ന അറിവിലേക്ക് ഉണർന്നവൻ ആ വൈദ്യുതിയെ കാണാതെ കാണുന്നു. അല്ലേ? ട്യൂബ് കത്തുന്നു, അല്ലെങ്കിൽ ബൾബ് കത്തുന്നു, അല്ലെങ്കിൽ മൈക്ക് പ്രവർത്തിക്കുന്നു. ഇതിനകത്ത് വൈദ്യുതി ഉള്ളത് കൊണ്ടാണ് ഈ ശബ്ദം പ്രതിധ്വനിക്കുന്നത്. അതുകൊണ്ട് വൈദ്യുതി ഉണ്ട് എന്ന് നാം അറിയുന്നു. ആ അറിയൽ തന്നെയാണ് കാണൽ. അറിയൽ തന്നെയാണ് കാണൽ. വൈദ്യുതിയെ ഞാൻ കാണാതെ കാണുന്നു. വൈദ്യുതി ഉണ്ട്. ഇപ്പോൾ കറണ്ട് പോയാൽ നമ്മൾ ഉടനെ പറയുന്നത് എന്താണ്? അമ്മ കറണ്ട് പോയി. കണ്ടിട്ടാണോ പറയുന്നത്? ഇല്ല. പിന്നെ അപ്പോൾ ശബ്ദം നിലച്ചു. ശബ്ദം നിലച്ചപ്പോൾ അറിവിലൂടെ കറണ്ട് പോയി, വൈദ്യുതി പോയി എന്ന് മനസ്സിലാകുന്നത് കൊണ്ട് അവൻ പറയുന്നു വൈദ്യുതി പോയി. പോയത് കാണുന്നില്ല, എങ്കിലും അവൻ കാണാതെ കാണുന്നു വൈദ്യുതി പോയി എന്ന്. അതുപോലെ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന തന്നിലെ തന്നെ ആരാണോ കാണാതെ കണ്ട് സദാ ആ ഭാവത്തിൽ തന്നെ ഈ ശരീരത്തിൽ തൻ്റെ ശ്രദ്ധയെ നിലനിർത്തുന്നത്, എപ്പോഴും എപ്പോഴും ആ ഭാവം തന്നിൽ സ്ഫുരിച്ചു കൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള ആളിന് മാത്രമാണ് മരണസമയത്തും ആ ഭാവം സ്ഫുരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോഴും സ്ഫുരിച്ചു കൊണ്ടിരിക്കും. നേരത്തെ നമ്മൾ ഒരു മഹാത്മാവിൻ്റെ കഥ പറഞ്ഞു. ആരുടെയാണ്? ഉറക്കത്തിൽ മന്ത്രം രാമതീർത്ഥരുടെ.
രാമതീർത്ഥർ ഉറങ്ങിക്കിടന്നപ്പോൾ ആ ശരീരത്തിൽ നിന്ന് മന്ത്രജപം ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരുന്നു. ആ രാമമന്ത്രം ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. എന്ന് പറഞ്ഞാൽ അജപമന്ത്രമായിട്ട് ജപിക്കാതെ അദ്ദേഹം ജപിച്ചു. അതുപോലെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ ഈ സോഹം മന്ത്രം അത് നിരന്തരമായിട്ട് ജപിച്ചുകൊണ്ടിരിക്കുന്ന ശീലം നിങ്ങൾ സ്വായത്തമാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ജപിക്കാതിരിക്കുന്ന സമയത്ത് പോലും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളറിയാതെ ആ ജപം തുടർന്നുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് അജപാജപം. നിരന്തരമായ ശ്രദ്ധ ആർക്കാണോ അതിൽ കൊടുക്കാൻ സാധിക്കുന്നത്, മരണസമയത്തും ആ ഭാവം നിലനിൽക്കും. അവർക്ക് മരണമില്ല. എന്തുകൊണ്ട് മരണമില്ല? മരിക്കുന്നതിന് മുൻപ് തന്നെ അവർ തൻ്റെ ശ്രദ്ധയെ ഏതുമായിട്ടാണോ യോജിപ്പിക്കേണ്ടതായിട്ടുള്ളത് അതുമായിട്ട് യോജിപ്പിച്ചു കഴിഞ്ഞു. അത് സ്ഥിരമാക്കണം. അതാണ് നിരന്തര വിചാരം. അഹം സാക്ഷീതി വിദ്യാത് വിവിച്യ ഏവം പുനഃ സ ഏവ മുക്ത സ വിദ്വാൻ. അവനെയാണ് അറിവുള്ളവൻ, വിദ്വാൻ എന്ന് പറയുന്നത്. ഇത് വേദാന്ത ഡിണ്ടിമഹ, വേദാന്തത്തിലെ പെരുമ്പറ ഘോഷം. എന്തെങ്കിലും കാണാതെ പഠിക്കാനുണ്ടോ? ഒന്നും കാണാതെ പഠിക്കാനില്ലല്ലോ. ആ അറിവിലേക്ക് നിങ്ങൾ ഉണരുക, അതുമാത്രമാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഉപനിഷത്തുകളെല്ലാം യാജ്ഞവൽക്കനെ പോലെയുള്ള ആളുകളെല്ലാം തൻ്റെ ഭാര്യയ്ക്ക് ഉപദേശിച്ചു കൊടുത്തത്. ആത്മാവ അരേ ദ്രഷ്ടവ്യ ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യോ മൈത്രേയി. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, യാജ്ഞവൽക്കൻ്റെ ഭാര്യ. മൈത്രേയിയോട് പറയുന്നതാണ്. ഏതിൽ? ബൃഹദാരണ്യകോപനിഷത്തിൽ പറയുന്നതാണ്. ആത്മാവ അരേ ദ്രഷ്ടവ്യോ ശ്രോതവ്യോ മന്തവ്യോ. ആത്മാവിനെക്കുറിച്ചാണ് കേൾക്കേണ്ടത്, അറിയേണ്ടത്. ആത്മാവിനെയാണ് നിരന്തരമായിട്ട് വിചാരം ചെയ്യേണ്ടത്. നിരന്തരമായിട്ട് വിചാരം ചെയ്ത് ഏതൊരാളിൻ്റെ ശ്രദ്ധയാണോ ആ ആത്മാവുമായിട്ട് യോജിക്കുന്നത് അവനാണ് മരണമില്ലാത്തവനായിത്തീരുന്നത്. അതാണ് മുക്തിക്ക് കാരണമാകുന്നത്. മരണസമയത്ത് ശരീരത്തിൽ നിന്ന് ജീവൻ പിരിയുന്ന അവസരത്തിൽ താൻ നേടേണ്ട സ്ഥാനം നേടിക്കഴിഞ്ഞു. അത് മരണസമയത്ത് നേടുന്നതല്ല, മരണത്തിന് മുൻപ് തന്നെ. ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്ന അവസരത്തിൽ തന്നെ ഇനി മുതൽ ഞാൻ അതാണ് എന്ന ഭാവത്തിലൂടെ ആ ഭാവം ആർക്കാണോ തൻ്റെ ഉള്ളിൽ സ്ഥിരപ്പെടുത്താൻ സാധിക്കുന്നത്, അതിനുശേഷം നിരന്തരമായിട്ട് സദാ ആ മന്ത്രം ശിവോഹം 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 ശിവം, ആ മംഗളസ്വരൂപമാണ് താൻ എന്ന ബോധം ഭാവനയിൽ സദാ നിലനിർത്തിക്കൊണ്ട് സർവകർമ്മങ്ങളിലും എല്ലാ കർമ്മങ്ങളിലും നിങ്ങൾക്ക് വ്യാപരിക്കാം. ഒന്നിൽ നിന്നും ഒഴിയേണ്ട. ബി വിത്ത് ദ വേൾഡ്, ബി വിത്ത് എവ്രിതിങ്. ഒന്നിൽ നിന്നും ഒഴിയേണ്ട. എല്ലാ കർമ്മങ്ങളിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈ ഭാവമുണ്ടായിരിക്കണം. ഈ കർമ്മത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ഞാനിനും സാക്ഷിയായിട്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന, എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ സർവേശ്വര ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന ഭാവം ഉള്ളിൽ സദാ പ്രകാശിച്ചുകൊണ്ട് നിൽക്കണം. അതാണ് ഈ മന്ത്രം ധ്വനിപ്പിക്കുന്നത്. അഹം സാക്ഷീതി വിദ്യാത് വിവിച്യൈവം പുനഃ. അത് വേദാന്ത ഡിണ്ടിമത്തിലെ 68ാമത്തെ മന്ത്രമാണ്. അഹം സാക്ഷീതി വിദ്യാത്. വേദാന്തത്തിലെ ഇതുപോലെയുള്ള ഡിണ്ടിമങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഈ തരത്തിലേക്ക് ഉണർന്നിട്ടുള്ള ആളുകൾ, അതിന് സാധാരണക്കാരെ ഈ ജാബാല ദർശനോപനിഷത്ത് പറയും. സാധാരണ ആളുകൾ എന്താ? തീർത്ഥേ ദാനേ ജപേ യജ്ഞേ കാഷ്ഠേ പാഷാണകേ സദാ ശിവം പശ്യന്തി മൂഢാത്മാ. കാശിയിലും കൈലാസത്തിലും ഒക്കെ പോയി ഇങ്ങനെ ശിവനെ ദർശിക്കാൻ പോയി അവിടെ കണ്ട് തൃപ്തി അടയുന്ന ആളുകളൊക്കെ മൂഢാത്മാക്കളാണ്. അവിടെയല്ല ശിവൻ ഇരിക്കുന്നത്. എവിടെയാ ശിവൻ ഇരിക്കുന്നത്? ശിവേ ദേഹേ പ്രതിഷ്ഠിതേ. നിങ്ങളുടെ ഉള്ളിൽ ആരായിട്ടിരിക്കുന്നു? നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം തന്നിലെ താനായിട്ടിരിക്കുന്നതാണ് ശിവം. ശിവൻ ശിവം ആത്മനി പശ്യന്തി
പ്രതിമാസു ന യോഗിനഃ. പ്രതിമകളിൽ യോഗികൾ ആ ശിവനെ കാണുന്നില്ല. യോഗി എന്ന് പറയുന്നത് ആരാണ്? ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന അറിവ് ആരാണോ ഗ്രഹിച്ച് ഇനി മുതൽ ഞാൻ ഈ നാമരൂപധാരിയല്ല, ഞാൻ ആ ശിവം എന്ന് ധരിച്ച് അറിഞ്ഞ് ബോധിച്ച് ആ ഭാവത്തിലേക്ക് തൻ്റെ ശ്രദ്ധയെ ഉയർത്തി സദാ ആ മന്ത്രം ശിവോഹം 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 എന്ന് എപ്പോഴും അങ്ങനെ ചൊല്ലിക്കൊണ്ട്, അത് വാചികമായിട്ടായാലും ആദ്യം കുറേ സമയം കുറേ ദിവസങ്ങൾ വാചികമായിട്ട് ചൊല്ലണം, എന്നാലേ ആ ശീലം നമുക്ക് കിട്ടൂ. അതിനുശേഷം മാനസികമായിട്ട് അത് ചൊല്ലാൻ കഴിയും. സദാ ആ ഭാവം ആരിലാണോ നിലനിർത്തുന്നത് അവനാണ് വിദ്വാൻ. സ വിദ്വാൻ ഇതി വേദാന്ത ഡിണ്ടിമഹ. അതാണ് മൈത്രേയിയോട് യാജ്ഞവൽക്യൻ പറയുന്നത്. അതുകൊണ്ട് ആത്മാവിനെയാണ് അറിയേണ്ടത്. ആത്മാവ അരേ ദ്രഷ്ടവ്യോ ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യോ മൈത്രേയി. നിധിധ്യാസനം എന്ന് പറയുന്നത് ഉറക്കെ ഉറപ്പിച്ച് സ്ഥിരപ്പെടുത്തേണ്ടത്. ആത്മാവിനെക്കുറിച്ചാണ് കേൾക്കേണ്ടത്, ആത്മാവിനെക്കുറിച്ചാണ് അറിയേണ്ടത്, ആത്മാവിനെക്കുറിച്ചാണ് വിചാരം ചെയ്യേണ്ടത്. അതാണ് ആ ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. നിങ്ങൾ നിരന്തരമായിട്ടത് കേട്ടുകൊണ്ടിരിക്കുന്നു. അതൊക്കെ പൂർവ്വജന്മ സുഹൃതം കൊണ്ട് സംഭവിച്ചിരിക്കുന്നതാണ്. അത് നഷ്ടപ്പെടുത്താതെ ഏതൊരാളാണോ, തേജോബിന്ദു ഉപനിഷത്തിൽ പറയുന്ന ഒരു മന്ത്രം അഹം ബ്രഹ്മേതി നിശ്ചിത്യ. അഹം ബ്രഹ്മേതി നിശ്ചിത്യ. ബ്രഹ്മം എന്താണ്? തന്നിലെ താൻ. എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ പരമ്പൊരുൾ ബ്രഹ്മം. ബൃഹത്തായതുകൊണ്ട് അതിനെ ബ്രഹ്മം എന്ന് പറയുന്നു. അഹം ബ്രഹ്മേതി നിശ്ചിത്യ അഹംഭാവം പരിത്യജ്യ. എന്താ അഹംഭാവം? ഞാൻ ഭാവം. ഈ ശരീരത്തിലെ ഞാനല്ല യഥാർത്ഥ ഞാൻ. ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തന്നിലെ താനാണ് തന്നിലെ യഥാർത്ഥ ഞാൻ. അതാണ് അഹംഭാവം പരിത്യജ്യ. അഹം ബ്രഹ്മേതി നിശ്ചിത്യ. ഞാൻ ആ പരബ്രഹ്മമാണ് എന്ന ബോധത്തിലേക്ക് ഉണർന്ന് അതിന് എന്താ വേണ്ടത്? ശ്രവണം, നിരന്തരമായ ശ്രവണം. അതിനുവേണ്ടിയാണ് സത്സംഗങ്ങളൊക്കെ വയ്ക്കുന്നത്. സത്സംഗങ്ങളൊക്കെ വെച്ച് ഇതുപോലെയുള്ള ഉപനിഷത്തുകളിലൂടെ അതിനെക്കുറിച്ച് ശ്രദ്ധാപൂർവം കേട്ട് 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 ശ്രവണം തു ഗുരോഹപൂർവം മനനം തദനന്തരം നിധിധ്യാസനമിത്യേവത് പൂർണ്ണബോധസ്യ കാരണം. ആ പൂർണ്ണബോധത്തിലേക്ക് ഉണരാൻ കഴിഞ്ഞാൽ അതാണ് നിശ്ചിത്യ. അഹം ബ്രഹ്മേതി നിശ്ചിത്യ അഹംഭാവം പരിത്യജ്യ. ഞാൻ ഭാവത്തെ കളഞ്ഞു. ഇനി ഈ ഞാനല്ല, ഞാൻ വസുമതിയല്ല, ഗോപാലകൃഷ്ണനല്ല, ഞാൻ ഔസേപ്പല്ല, ഞാൻ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ അല്ല, ഞാൻ ആ ബ്രഹ്മം. അഹം ബ്രഹ്മേതി നിശ്ചിത്യ അഹംഭാവം പരിത്യജ്യ സർവമേവ ലയം യാതി. എല്ലാം ഞാൻ ഭാവത്തിൽ എന്തെല്ലാമാണ് എന്ന് നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നുവോ, ഏതെല്ലാം ഭാവത്തിലാണോ നിങ്ങൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്, അതെല്ലാം തകർന്നു പോകും. സർവമേവ ലയം യാതി. ഏതുപോലെ? സുപ്താഹസ്തസ്യ പുഷ്പവത്. ഒരു കുട്ടിയുടെ കയ്യിലൊരു പൂവ് കൊടുത്തു, മനോഹരമായ പൂവ്. ആ കുട്ടി വാങ്ങിച്ച് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ആ കുട്ടി അമ്മയുടെ തോളിൽ കിടന്ന് തന്നെ ഉറങ്ങി. ആ ഉറങ്ങിയപ്പോൾ ഏതു പ്രകാരമാണോ ആ കുട്ടിയുടെ കയ്യിലിരുന്ന പൂവ് കയ്യിൽ നിന്ന് താഴെ വീണു പോകുന്നത്, അതുപോലെ ഏതൊരാളാണോ ഞാൻ ഭാവത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ അറിവ് നിരന്തരമായിട്ട് കേട്ട് കേട്ട് തന്നിലെ താൻ ഭാവത്തിലേക്ക് ഉണർന്ന് ആ ബ്രഹ്മസ്ഥിതിയിലേക്ക്, ആ ബ്രാഹ്മി സ്ഥിതിയിലേക്ക് ആരുടെ ശ്രദ്ധയാണോ ഉണർന്ന് അതിൽ സ്ഥിരമായിട്ട് സ്ഥിതി നേടുന്നത്, അതാണ് സ്ഥിരപ്രതിഷ്ഠ. തൻ്റെ പ്രജ്ഞ അതിൽ സ്ഥിതി നേടുന്നു, അതാണ് സ്ഥിതപ്രജ്ഞൻ, സ്ഥിതപ്രജ്ഞത്വം, ചിരപ്രതിഷ്ഠ നേടുന്നത്. അങ്ങനെയുള്ള ആളിൻ്റെ ഞാൻ ഭാവത്തിൽ നേടിയ എല്ലാ കാര്യങ്ങളിൽ നിന്നും അയാൾ ഓട്ടോമാറ്റിക്കായിട്ട് മോചിതനായിത്തീരും. ഏതുപോലെ?
ഉറക്കത്തിലിരിക്കുന്ന കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ കുട്ടി അറിയാതെ ആ പൂവ് തറയിൽ വീഴുന്നത് പോലെ തന്നിലെ ഞാൻ ഭാവത്തിൽ നിന്ന് താൻ ഭാവത്തിലേക്ക് ഉണർന്ന് അതിൽ സ്ഥിരത നേടുമ്പോൾ ഞാൻ ഭാവത്തിൽ നിങ്ങൾ നേടിയ കാര്യങ്ങൾ ഉള്ള അഭിമാനങ്ങളെല്ലാം താനേ കൊഴിഞ്ഞു പോകും. അഭിമാനങ്ങൾ, അതിൽ നേടിയിട്ടുള്ള വീട് കൊഴിഞ്ഞു പോവില്ല, അതിൽ നേടിയിട്ടുള്ള സമ്പത്ത് കൊഴിഞ്ഞു പോവില്ല, അതിനോടുള്ള മമത്വമാണ് കൊഴിഞ്ഞു പോകുന്നത്. ആളുകൾ വിചാരിക്കും ഈ തരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ എൻ്റെ വീട്, എൻ്റെ ധനം ഇതൊക്കെ ഇല്ലാതായി പോകുമല്ലോ എന്നൊരു ധാരണയൊക്കെ ഉണ്ടാകുമില്ല. അതൊക്കെ അവിടെ തന്നെ കാണും. പക്ഷേ ഇതൊക്കെ എൻ്റേതാണ് എന്നുള്ള ഭാവം അസ്തമിക്കും. ഇതൊന്നും എൻ്റെ അല്ല. അഹം മമ ഭാവങ്ങളെല്ലാം ആരുടെയാണ്? എന്നിലെ ഞാനിൻ്റെയാണ്. ഞാനിൽ നിന്ന് ആരാണോ തന്നിലെ താനിലേക്ക് സ്വയം ഉദ്ധരിക്കുന്നത്, സ്വയം, മറ്റാർക്കും നിങ്ങളെ ഉദ്ധരിപ്പിക്കാൻ കഴിയില്ല. കേട്ട് കേട്ട് ആ അറിവിലേക്ക് ഉണർന്ന് നിങ്ങൾ തന്നെ നിങ്ങളെ ഉദ്ധരിപ്പിക്കണം. ഉദ്ധരേതാത്മനാത്മാനം, അവനവൻ തന്നെ അവനവനെ ആ നിലയിലേക്ക് ഉദ്ധരിപ്പിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് നിരന്തരമായിട്ട് കേട്ട് 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 ആ അറിവിലേക്ക് ഉണരണം. ശ്രവണായ ബഹുബിർ യോ നലഭ്യ, കേൾക്കാൻ പോലും അവസരം കിട്ടുകയില്ല എന്നാണ് കഠോപനിഷത്തിൽ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കത് നിരന്തരമായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഭാവത്തിലേക്ക് നിങ്ങളെ ഉയർത്തുകയാണെങ്കിൽ ഞാൻ ഭാവത്തിലുള്ള എല്ലാ ദോഷങ്ങളും അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഋഭുഗീതയിലെ 2-ാമത്തെ മന്ത്രം അഹം ബ്രഹ്മവദേവേദം. അഹം ബ്രഹ്മവത്, ഞാൻ ആ ബ്രഹ്മമാണ്. ഏവ ഇദം അഹമാത്മാ ന സംശയഃ. ഞാൻ ആ ബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മം തന്നെയായിരിക്കുന്ന ആത്മാവ് തന്നെയാണ് ഞാൻ. അതിൽ യാതൊരു സംശയവുമില്ല. കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നില്ലേ, അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹമാദിശ്ച മധ്യം ച ഭൂതാനാം അന്ത ഏവച. എല്ലാത്തിൻ്റെയും ആദിയും അന്തവും മധ്യവും ഒക്കെ ഞാൻ തന്നെയാണ്. ഞാനെന്ന് പറഞ്ഞാൽ ആ ആത്മചൈതന്യം. അതേ ആത്മചൈതന്യം തന്നെയാണ് നിങ്ങളോരോരുത്തരും. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ ആത്മചൈതന്യം സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യൽസു അവിനശ്യന്തം യപശ്യതി സപശ്യതി. അതിനെ ആരാണോ കാണാതെ കാണുന്നത് അവൻ. അതാണ് കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞത്, ശിവമാത്മനി പശ്യന്തി പ്രതിമാസു ന യോഗിനഃ. യോഗികൾ, ഈ അറിവിലേക്ക് യോജിച്ച ആളാണ് യോഗി. നിങ്ങൾക്ക് ആർക്കുമാകാം ആ യോഗി പട്ടം, ആ യോഗി സ്ഥാനം നിങ്ങൾക്ക് സ്വയം ആർജിക്കാം. ഇത് മനസ്സിലായെങ്കിൽ, ഈ ധാരണയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഉണർത്താൻ കഴിയുമെങ്കിൽ, ഉണരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം പ്രഖ്യാപിക്കാം, ഐ എം എ യോഗി. ഇതാരും പതിച്ചു തരുന്നതല്ല, നമ്മൾ സ്വയം ആർജിച്ചെടുക്കുന്നതാണ്. ഐ എം എ യോഗി. എന്തുകൊണ്ടാണ്? ഞാൻ അതുമായിട്ട് യോജിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ട് യോജിച്ചു? അതാണ് ശരി. എന്താണ് ശരി? ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിട്ട് ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് ഏതൊരു ചൈതന്യമാണോ ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്നത്, സ്വയം ജ്യോതിസ്വരൂപമായിട്ടിരിക്കുന്നത്, ആ ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം. അതാണ് എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന സർവേശ്വര ചൈതന്യം. എവിടെ ഈശ്വരൻ? ഉണ്ടോ? ഉണ്ട്. എവിടെ? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഭഗവത്ഗീതയിൽ പറയുന്നു ഈശ്വരൻ. ആ ഈശ്വരനെ നിങ്ങൾ കാണാതെ കാണുന്നില്ലേ? നിങ്ങളുടെ ഉള്ളിൽ കൂടിയും കടന്നു പോകുന്നില്ലേ? തന്നിലെ താൻ ഈശ്വരൻ.
സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യൽസു അവിനശ്യന്തം യപശ്യതി സപശ്യതി. ഏതൊരാളാണോ അതിനെ കാണാതെ കാണുന്നത്, അവനാണ് കാണേണ്ടത് കാണുന്നത്, അവനെയാണ് വിദ്വാൻ എന്ന് പറയുന്നത്. ആ അറിവ് ആരിലാണോ ശരീരം വെടിയുന്ന അവസരത്തിൽ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നത്, മരണസമയത്ത് ശരീരം വെടിയുന്ന അവസരത്തിൽ ആ ഭാവം ആരിലാണോ നിലനിൽക്കുന്നത്, അയാൾ മരിക്കുന്നില്ല. ഈ ശരീരം കൊഴിഞ്ഞു പോകുന്നു. കാരണം എന്താ? അത്രയേ ഈ ശരീരത്തിന് അനുവദിച്ചിട്ടുള്ളൂ, പാസ്പോർട്ടുള്ളൂ. ആ സമയം കഴിയുമ്പോൾ ശരീരം അടർന്നു വീഴുന്നു. ഉണങ്ങിയ മടൽ അടർന്നു വീഴുന്നത് പോലെ ഈ ശരീരം കൊഴിഞ്ഞു പോകുന്നു. ആ കൊഴിഞ്ഞു പോകുന്നതിന് മുൻപ് തന്നെ താൻ മരണമില്ലാത്ത ആ വസ്തുവുമായിട്ട് തന്നെ യോജിപ്പിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് കാൾഡ് യോഗ. മരിക്കുന്നതിന് മുൻപ് തൻ്റെ യഥാർത്ഥ സ്വരൂപമായിട്ടുള്ള ആ അമരസ്വരൂപവുമായിട്ട്, മരണമില്ലാത്ത സ്വരൂപവുമായിട്ട്, തന്നിലെ താനുമായിട്ട് യോജിപ്പിച്ചു. എത്ര നിസ്സാരം! ആധ്യാത്മികത എത്ര നിസ്സാരം! അതിന് ഭാര്യയെ കളയേണ്ട, മക്കളെ കളയേണ്ട, ഉദ്യോഗം കളയേണ്ട. ഈ അറിവ് നിലയിലേക്ക് നിങ്ങളെ ഉദ്ധരിപ്പിക്കുക, ഉയർത്തുക. ഒരുത്തരുടെയും അനുവാദത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. ഭർത്താവിനോട് ചോദിക്കേണ്ട, ഭർത്താവ് സമ്മതിക്കില്ല. ഭാര്യയോട് ചോദിക്കേണ്ട, സമ്മതിക്കില്ല. ഭാര്യയോട് ചോദിച്ചാൽ പറയും, ഓ ആര് പറഞ്ഞു ഇത്? സ്വാമി പറഞ്ഞത്. സ്വാമിയെ പോകാൻ പറ, അല്ലേ? അങ്ങനെയൊന്നുമല്ല. ഇതൊക്കെ അപ്പനാ കാര്യം, അവരവരുടെ കാര്യം. നിങ്ങൾ മരിക്കുന്ന സമയത്ത് ഭർത്താവ് കൂടെ വരുമോ? സ്വർഗത്തിലേക്ക് ആക്കിത്തരാനായിട്ട് വരുമോ? ഇനി ജന്മമില്ലാത്ത നിലയിലേക്ക്, മോക്ഷത്തിലേക്ക് ഒന്ന് തട്ടി മാറ്റിത്തരാൻ വരുമോ? വരാനൊന്നും കഴിയില്ല. അത് അവരവർ അറിവിലൂടെ ആർജിക്കേണ്ട കാര്യമാണ്. ആ ആർജിക്കുന്ന കാര്യം നിങ്ങൾക്ക് ബോധ്യമായെങ്കിൽ നിങ്ങൾ ഭർത്താവിന് കൂടി പ്രദാനം ചെയ്യണം, മക്കൾക്ക് കൂടി പ്രദാനം ചെയ്യണം, സഹോദരങ്ങൾക്ക് കൂടി പ്രദാനം ചെയ്യണം, ചുറ്റുമുള്ളവർക്ക് കൂടി പ്രദാനം ചെയ്യണം. കാരണം ഇത് സർവർക്കും മോക്ഷം തരുന്നതാണ്, സർവർക്കും പ്രയോജനം നൽകുന്നതാണ്, മരണത്തിൽ നിന്ന് സർവരെയും മോചിപ്പിക്കുന്നതാണ്. മരണത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ജനിപ്പിക്കാതിരിക്കുന്നു. ജനനമില്ലാതാകുന്നത് എന്തുകൊണ്ടാണ്? മരിക്കുന്നില്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണമില്ലാത്ത വസ്തുവുമായിട്ട് നമ്മെ യോജിപ്പിച്ചു, തന്നിലെ താനുമായിട്ട് യോജിപ്പിച്ചു. തന്നിലെ താൻ, ആ ബ്രഹ്മം, അതുമായിട്ട് യോജിപ്പിച്ചു കഴിഞ്ഞു. മരണമില്ലാത്ത അവസ്ഥ. അതുകൊണ്ട് മരിക്കുന്നില്ല, മരിക്കാത്തത് കൊണ്ട് ജനിക്കുന്നുമില്ല. അതാണ് മോക്ഷം, ആത്മസാക്ഷാത്കാരം. മോക്ഷം എന്നൊക്കെ പറയുന്നത് എവിടുന്നാണ് കിട്ടുന്നത്? അറിവിൽ കൂടിയാണ് കിട്ടുന്നത്. ആ അറിവാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ദിവ്യമായ അറിവാണ്. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഈ ക്ഷണത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ സർവബന്ധങ്ങളിൽ നിന്നും മുക്തമാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്, അക്ഷരബ്രഹ്മയോഗത്തിൽ പറയുന്നത്, തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധ്യച. തസ്മാത് സർവേഷു കാലേഷു, സദാസമയത്തും, മാമനുസ്മര, എന്നെ തന്നെ വിചാരം ചെയ്യ്. കൃഷ്ണനെ വിചാരം ചെയ്യാനല്ല പറയുന്നത്. കൃഷ്ണൻ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത. ആ ആത്മചൈതന്യം, നീ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ആത്മചൈതന്യം, അതാണ് ഞാൻ. അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയ സ്ഥിത എന്ന് താൻ ആരാണ് എന്ന് ഭഗവത്ഗീതയിൽ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ആ വസ്തുവാണ് നിങ്ങളുടെയും ഓരോരുത്തരുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ്, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച്, സ്വയം പ്രഖ്യാപിച്ച്, ഈ ശരീരത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ സദാ
അതായിരിക്കുക. അതാണ് മോക്ഷമാർഗം. ആ നില നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.